മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദ ലോർഡ്. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവെ, പ്രാർത്ഥിക്കുവാൻ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിശുദ്ധ ജോസ് മേരിയ എസ്ക്രിവിയുടെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. എന്നാൽ നമ്മുടെ ബലഹീനതകളിൽ തൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ആഴമായ വിശ്വാസം ഇന്ന് സ്നേഹബഹുമാനപ്പെട്ട വർഗീസ് ഇത്തിത്തറയച്ചനിലൂടെ വചനം ശ്രവിക്കുമ്പോൾ നമ്മിൽ വേരുപാകട്ടെ. ലോകമെമ്പാടുമുള്ള ആതുര ശുശ്രൂഷ മേഖലയിൽ ശുശ്രൂഷിക്കുന്ന എല്ലാ നേഴ്സുമാരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈശോ, നമ്മുടെ ഏറ്റവും ആത്മാർത്ഥതയുള്ള നമ്മുടെ തമ്പുരാൻ നമുക്ക് നൽകുന്നൊരു വചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യമാണ്. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ആകുലനാകരുതേ മകനേ, അസ്വസ്ഥനാകരുതേ, ആധിയാലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ആകുലനാകരുതേ മകനേ, അസ്വസ്ഥനാകരുതേ, ആധിയാലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ഈശോ ചോദിക്കുകയാണ്, നമ്മൾ ഈ ടെൻഷൻ അടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാൻ നമുക്ക് പറ്റുമോ? സ്നേഹമുള്ളൊരപ്പൻ സ്വന്തം കുഞ്ഞിനോട് അത്രയേറെ ആത്മാർത്ഥതയോടുകൂടി ചോദിക്കുന്നൊരു ചോദ്യം. നമ്മൾ ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പലപ്പോഴും നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒത്തിരിയേറെ ഉത്കണ്ഠപ്പെടുന്നുണ്ട്, ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വേദനിക്കാനായി പല കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ മക്കളെക്കുറിച്ചുള്ള വേദനയാകാം, സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള ഒരു ബുദ്ധിമുട്ടാകാം, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള അസ്വസ്ഥതയാകാം, അല്ലെങ്കിൽ രോഗങ്ങളാകാം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വേദനയൊക്കെ ആകാം. പലപ്പോഴും നമ്മൾ ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പം, നമ്മൾ ഉയർത്താനും താഴ്ത്താനും കഴിയുന്ന തമ്പുരാൻ്റെ മുമ്പിലായിരിക്കുമ്പം, നമ്മൾ ഈ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വറീഡായി ഉത്കണ്ഠപ്പെട്ട് ഈശോയുടെ മുമ്പിലായിരിക്കുമ്പം ഈശോയുടെ ആ വേദനയാണ് ഈശോ നമ്മോട് ഈ വചനത്തിലൂടെ പ്രകടമാക്കുക. മോനെ, മോളെ, കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നിൻ്റെ ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിനക്ക് പറ്റുമോ? നീ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ നിനക്ക് പറ്റുമോ? നീ ആയിരിക്കുന്ന പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ നിനക്ക് പറ്റുമോ? സ്നേഹമുള്ളവരെ, വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ 73 പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പം കാണാൻ പറ്റുന്നൊരു കാര്യം, സ്വയം ദൈവസന്നിധിയിലിരുന്ന് ടെൻഷൻ അടിക്കുന്ന വ്യക്തിത്വങ്ങളല്ല മനോഹരമായ കഥാപാത്രങ്ങൾ ഈ ബൈബിളിൽ. മറിച്ച് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം കൊണ്ട് ദൈവത്തെ ടെൻഷൻ അടിപ്പിച്ച ചില വ്യക്തിത്വങ്ങളുണ്ട് ബൈബിളിൽ. അവരെക്കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരുമിച്ചിരുന്ന് ഈ വചന ശുശ്രൂഷയിൽ ദൈവത്തെ വിശ്വാസം കൊണ്ട് ടെൻഷൻ അടിപ്പിച്ച വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ആദ്യമായി വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹാമാണ്. ഈ അബ്രാമിനെ ദൈവം വിളിക്കുമ്പം ദൈവം അബ്രാമിന് കൊടുക്കുന്നൊരു വാഗ്ദാനമുണ്ട്.
അതിങ്ങനെയാണ്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്റെ സന്തതികളിലൂടെ നീ അറിയപ്പെടും. അബ്രാം ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ഒരു സമ്പൂർണ്ണ സമർപ്പണം ഈ അബ്രാഹാം നടത്തുകയാണ്. കാത്തിരിക്കുകയാണ് തമ്പുരാന് വേണ്ടി, തമ്പുരാൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി. അതിനെല്ലാം ഉപരി തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമായ ഒരു കുഞ്ഞിന് വേണ്ടി വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന അബ്രാഹാം നമുക്ക് മാതൃകയാണ്. ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും ഓരോ വർഷവും കടന്നു പോകുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നോവുണ്ട് അബ്രാഹത്തിന്. എങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ സ്നേഹത്തോടെ കാത്തിരിക്കാൻ അബ്രാഹത്തിന് കഴിയുന്നുണ്ട്. അങ്ങനെ മനുഷ്യാധ്വാനം കൊണ്ട്, മനുഷ്യൻ്റെ ശക്തി കൊണ്ട് ഒരു കുഞ്ഞുണ്ടാകില്ല എന്ന ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ ദൈവം അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ സഹായമായി, രക്ഷയായി ഒരു കുഞ്ഞിനെ കൊടുക്കുന്നത് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ മനോഹരമായ ഒരു അനുഭവമാണ്, കാഴ്ചയാണ്. അബ്രാഹത്ത് ഒത്തിരി സന്തോഷമായി. ഈ വാർദ്ധക്യകാലത്ത് ദൈവം ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അബ്രാഹത്തിന് ദൈവത്തിനോട് ഒത്തിരി നന്ദിയുണ്ട്. എന്നാൽ ഇവിടെ അബ്രാഹത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി ദൈവം ദാനമായി നൽകിയ ഈ കുഞ്ഞിനെ ബലിയായി അർപ്പിക്കണം എന്ന് പറയുന്ന രംഗം ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ ഒത്തിരിയേറെ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. വർഷങ്ങൾ കാത്തിരുന്നിട്ട് ദൈവം ഒരു കുഞ്ഞിനെ നൽകിയപ്പോൾ ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി ദഹനബലിയായി അർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഒരു ലോജിക്കും അതിനകത്തില്ല. ഒരു ലോജിക്ക് മനസ്സിലാക്കാനായിട്ട് അബ്രാഹാം പോകുന്നുമില്ല. ഒത്തിരി വേദനയോടുകൂടി ദൈവം ഈ ആവശ്യപ്പെടുന്ന ഈ മഹാത്യാഗത്തെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് വേദനാപൂർവം അബ്രാഹാം തൻ്റെ മകനെയും കയ്യിലേന്തി മോറിയ മലയിലേക്ക് കടന്നു പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഒത്തിരിയേറെ വ്യക്തിത്വങ്ങൾ അബ്രാഹത്തെ നോക്കുന്നുണ്ട്. അബ്രാഹാം അനുഭവിക്കുന്ന വേദന ആ സമയത്ത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വേദനയല്ല. ആരോടും ഒന്നും പറയാതെ ദൈവം പറഞ്ഞത് ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. അബ്രാഹത്തിൻ്റെ മനസ്സിലുള്ള ആ ചിന്ത വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ബലിക്കുള്ള കുഞ്ഞാടിനെ എൻ്റെ ദൈവം തരും. ബലിക്കുള്ള കുഞ്ഞാടിനെ എൻ്റെ ദൈവം തരും. ഇത് അബ്രാഹാമിൻ്റെ വിശ്വാസമാണ്. എനിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ലാതിരുന്ന ഒരു സമയത്ത് ദൈവം എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറം തരുവാൻ, പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തിന് മുമ്പിൽ ദൈവത്തിനോട് അന്ധമായി വിശ്വസിക്കുന്ന ഈ അബ്രാഹാം നമുക്കൊരു മാതൃകയാണ്. ഇവിടെ അബ്രാഹാം ടെൻഷൻ അടിക്കുന്നില്ല, ഉത്കണ്ഠപ്പെടുന്നില്ല. അബ്രാഹാം തൻ്റെ വിശ്വാസം കൊണ്ട് ദൈവത്തെ ടെൻഷൻ അടിപ്പിക്കുകയാണ്. ഇപ്രകാരം വിശ്വാസം കൊണ്ട്, സ്നേഹം കൊണ്ട് ദൈവത്തെ ടെൻഷൻ അടിപ്പിക്കുന്ന അബ്രാഹാമിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൃപയായി, ശക്തിയായി, അഭിഷേകമായി, ഐശ്വര്യമായി കടന്നു വരുന്നതാണ് പിന്നീടുള്ള ചരിത്രം. സ്നേഹമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണുന്ന ദാവീദിൻ്റെ വിശ്വാസം. ദാവീദ് ഒരു ആട്ടിടയ ബാലനാണ്. ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം സാമുവേൽ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ഫിലിസ്ത്യർ ഗോലിയാത്തിനെ മുൻനിർത്തി ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യാനായിട്ട് തുനിയുന്ന സമയത്ത്, സ്നേഹമുള്ളവരെ, ഇസ്രായേൽക്കാരുടെ ദൈവത്തെ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ ഒത്തിരിയേറെ നിന്ദിച്ചു പറയുന്ന ഗോലിയാത്ത് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തെ നിന്ദിക്കുന്നു, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ നിന്ദിക്കുന്നു. ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടോ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ? ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഈ ഗോലിയാത്തിന് മുമ്പിൽ വളരെ നിസ്സാരനായിട്ടുള്ള ഈ ദാവീദ് ചെന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് ദാവീദ് പറയുകയാണ്, ഇവനെതിരെ യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്തുകൊണ്ട് ദാവീദ് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ദാവീദിന് വലിയ കഴിവുണ്ടായിട്ടോ സാമർഥ്യമുണ്ടായിട്ടോ വലിയ ആയുധങ്ങളൊന്നും കയ്യിലുണ്ടായിട്ടോ ഒന്നുമല്ല. മറിച്ച് ദൈവത്തെ നിന്ദിച്ച ഗോലിയാത്തിനോട് അടങ്ങാത്ത വേദനയും ദേഷ്യവും ദാവീദിന് തോന്നുന്നുണ്ട്. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ തോന്നുക. സ്നേഹമുള്ളവരെ, നമുക്ക് സാമുവേലിൻ്റെ പുസ്തകത്തിൽ
17-ാം അധ്യായത്തിൽ 37-ാം വാക്യത്തിൽ ഈ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ പോകുമ്പം ദാവീദിൻ്റെ മനസ്സിലുള്ള വേദനകളും ആത്മസംഘർഷങ്ങളുമെല്ലാം ദൈവത്തിന് മുമ്പിൽ അടിയറവ് വെച്ചിട്ട് ജനത്തോടായിട്ട് ദാവീദ് പറയുന്നൊരു വചനമുണ്ട്. 37-ാം വാക്യത്തിൽ, സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവനത് ചെയ്യും. വലിയൊരു വിശ്വാസമാണ്. ആയുധങ്ങളെല്ലാം ഏന്തി തനിക്കെതിരെ യുദ്ധത്തിന് വരുന്ന ഗോലിയാത്തിൻ്റെ അടുത്തേക്ക് വെറും 5 കല്ലുമായി നടന്നു പോകുന്ന ഈ ദാവീദ്, പക്ഷേ ദാവീദിനെ വ്യത്യസ്തനാക്കുന്നത് 5 കല്ലല്ല, മറിച്ച് ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തെ കൂട്ടുപിടിക്കാനുള്ള, അവൻ വിശ്വസിക്കാനുള്ള ആഴമായ ബോധ്യമാണ്, ആ നന്മയാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരും, എനിക്കൊന്നും ടെൻഷൻ അടിക്കാനില്ല, ഉത്കണ്ഠപ്പെടാനില്ല, പേടിയില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടും മണ്ണിനോടും ഒന്നുമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാണ്. ആ ദൈവം നിസ്സഹായനായ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈ സാഹചര്യത്തിൽ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. വലിയ ബോധ്യമാണ്. വിശ്വാസം കൊണ്ട് ദൈവത്തെ ടെൻഷൻ അടിപ്പിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാൻ കഴിയും. സ്നേഹമുള്ളവരെ, മൂന്നാമതായി മക്കബായരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ ഒരമ്മയും 7 മക്കളുടെയും ഒരു കഥ വിവരണം തരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പിതാക്കന്മാരെ നിയമം ലംഘിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന രാജാവും രാജസേവകരുമെല്ലാം വില്ലന്മാരുടെ ഭാഗത്ത് നിൽക്കുന്നു. അവർ ശക്തിയുള്ളവരാണ്, ബലമുള്ളവരാണ്. എതിർവശത്ത് നിസ്സഹായായ ഒരു അമ്മയും 7 മക്കളും. ഈ അമ്മയോട് രാജാവ് ആവശ്യപ്പെടുകയാണ്, നീ പിതാക്കന്മാരുടെ നിയമം ലംഘിക്കണം, രാജാവിൻ്റെ എൻ്റെ നിയമം നീ അനുസരിക്കണം, ഇല്ലെങ്കിൽ നിൻ്റെ മക്കളെ കൊന്നുകളയും. സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ നമ്മുടെ മക്കളോട് എന്തൊരു സ്നേഹമാണ്. പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് പോലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. ഇവിടെ അതുപോലെ ഒരു സ്നേഹമുള്ള ഒരു അമ്മയോട് രാജാവ് പറയുകയാണ്, നീ ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിൻ്റെ പ്രിയപ്പെട്ട മക്കളെ കൊന്നുകളയും. സ്നേഹമുള്ളവരെ, എന്നാൽ അമ്മയെപ്പോലെ തന്നെ ഈ അമ്മ മക്കളെ വളർത്തിയത് വിശ്വാസത്തിലാണ്, ബോധ്യത്തിലാണ്, ദൈവത്തിലുള്ള അടിയറച്ച ബോധ്യത്തിലാണ് ഈ അമ്മ തൻ്റെ 7 മക്കളെയും വളർത്തിയത്. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ നിയമം അനുസരിക്കാൻ ഇവിടെ മക്കൾ തയ്യാറാകുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി ഈ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ രാജസേവകർ വധിക്കുമ്പോൾ ഒത്തിരി വേദനയോടുകൂടി അമ്മ അത് കണ്ടു നിൽക്കേണ്ടി വരുന്നുണ്ട്. ഒരമ്മയ്ക്കൊരിക്കലും തൻ്റെ മക്കളുടെ മരണം കാണാനായിട്ടുള്ള ശക്തിയില്ലല്ലോ. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി 6 മക്കളും മരിച്ചു കിടക്കുമ്പോൾ രാജസേവകർ വന്ന് അമ്മയെ ഉപദേശിക്കുന്ന ഒരു രംഗമുണ്ട്. മക്കബായ 2-ാമത്തെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ അമ്മയോട് അവർ പറയുകയാണ്, അല്ലേ സ്ത്രീ, ഈ മകനെയെങ്കിലും നീ ഉപദേശിച്ച് രാജകൽപ്പന അനുസരിച്ച് പിതാക്കന്മാരുടെ നിയമം ലംഘിക്കാൻ നീ ഉപദേശിക്കുക. അങ്ങനെ ഈ മകനെയെങ്കിലും നിനക്ക് രക്ഷിക്കാനായിട്ട് കഴിയും. സ്നേഹമുള്ളവരെ, 7 മക്കളുള്ള അമ്മയ്ക്ക് 6 പേരും നഷ്ടപ്പെട്ട അമ്മയുടെ ആ സാഹചര്യം, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അമ്മ ഇളയ മകൻ്റെ അടുത്ത് ചെന്ന് ആ മകനെ ഉപദേശിക്കുന്ന രംഗം ഇപ്രകാരമാണ് അമ്മ ആ മകനോട് പറയുക, മോനെ, ഈ കശാപ്പുകാരനെ നീ ഭയപ്പെടേണ്ട. സഹോദരന്മാർക്ക് യോജിച്ചവനാണ്, ഈ മരിച്ച 6 സഹോദരന്മാർക്കും യോജിച്ചവനാണ് നീ എന്നും നീ തെളിയിക്കുക. നീയും മരണം വരിക്കുക. ദൈവകൃപയാൽ നിൻ്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും കാണാൻ, സ്വർഗത്തിൽ നിന്നെ വീണ്ടും കാണാൻ എനിക്കിട വരട്ടെ. നീ മരണം വരിക്കുക. ഈ ദിവസങ്ങളിലെല്ലാം ചിലപ്പോഴൊക്കെ നമ്മൾ പത്രത്തിലും ടി വിയിലും ഒക്കെ കാണാറുണ്ട്, അമ്മ കൊച്ചിനെ ഉപേക്ഷിച്ചു. അതുപോലെയുള്ളൊരു അമ്മയല്ല ഇവിടെ. മക്കളെ മാറോട് ചേർത്ത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന സ്നേഹമുള്ളൊരമ്മ. എന്നാൽ പോലും അമ്മയ്ക്ക് ദൈവസ്നേഹമാണ് അമ്മയുടെ ഉള്ളിൽ നിറയുന്നത്. മക്കളെ എങ്ങനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്ന അമ്മയല്ല. ദൈവത്തിലും അടിയറച്ച വിശ്വാസത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പൊന്നമ്മ.
അമ്മ പറയുകയാണ്, മോനെ നീ മരിച്ചു, ഈ ലോകത്തിൽ നീ മരിക്കുന്നതൊന്നും എനിക്ക് വേദനയല്ല. നിത്യജീവിതത്തിൽ നീ ഉണ്ടാകണം, സ്വർഗത്തിൽ നീ ഉണ്ടാകണം. ദൈവിക നിയമങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു മകനായി എനിക്ക് നീ വേണ്ട. ദൈവ നിയമങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധിയിൽ മരിക്കുന്ന ഒരു മകനായി എനിക്ക് നിന്നെ കാണണം. വിശ്വാസം കൊണ്ട് ദൈവത്തെ ടെൻഷൻ അടിപ്പിക്കുന്ന ഈ അമ്മ നമുക്ക് ഒരു മാതൃകയാണ്. സ്നേഹമുള്ളവരെ, 4 വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന വിശ്വാസത്തിന് അടിയുറച്ചൊരു മാതൃക ജോബാണ്. പലപ്പോഴും നമ്മൾ ജോബിനെയൊക്കെ കാണുക ഒരു സഹനദാസനായിട്ടാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ മറ്റൊരു പിതാവാണ് ജോബ് എന്ന് പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തോട് നന്ദി പറയാനും സ്തുതി പറയുവാനും ഒക്കെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പോലെ പോകുന്ന സമയത്ത് കഴിഞ്ഞേക്കാം. മക്കൾ നന്നായിട്ട് പഠിക്കുന്ന സമയത്ത്, അവർ നല്ല മാർക്ക് കിട്ടുന്ന സമയത്ത്, ജോലിക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത സമയത്ത്, രോഗങ്ങളോ അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കുവാനും ദൈവത്തിന് നന്ദി പറയാനൊക്കെ എളുപ്പമല്ലേ? എന്നാൽ ജോബിൻ്റെ ജീവിതത്തിൽ വലിയൊരു സഹനം കടന്നു വരുമ്പം, നിസ്സാരമായ സഹനമല്ല, സാമ്പത്തികമായും ഇതിനേറെ പറയുന്ന മക്കളെപ്പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ദൈവം അനുവദിക്കുമ്പം ജോബിനറിയില്ല ദൈവം അനുവദിക്കുന്നതായി. ഓരോ സഹനങ്ങളും ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പം ജോബ് ഒരിക്കലും ഈ ദൈവത്തെ ഉപേക്ഷിക്കുന്നില്ല. ജോബിൻ്റെ ഭാര്യ പോലും ജോബിനോട് പറയുന്നുണ്ട്, നിൻ്റെ ഈ സാഹചര്യത്തിൽ നിൻ്റെ ദൈവത്തെ പഴിച്ചിട്ട് നീ ഇറങ്ങിപ്പോവുക. അതുപോലെ സ്വന്തം ജീവിത പങ്കാളി പോലും ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ജോബിൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ട്. പക്ഷെ അവിടെയും ജോബ് പറയുന്നത്, സ്നേഹമുള്ളവരെ, നമുക്ക് കാണാൻ പറ്റും, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ വന്നത് നഗ്നനായിട്ടാണ്, ഞാൻ തിരിച്ചു പോകുന്നതും അങ്ങനെ തന്നെയാണ്. ദൈവം തന്നതാണിതെല്ലാം, ആ ദൈവം തിരിച്ചെടുക്കുന്നു. ദൈവം തന്നു, ദൈവം തിരിച്ചെടുത്തു. അദ്ദേഹം പറയുകയാണ്, ആ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. വേദനയുടെ ആധിക്യത്തിൽ വേദന തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം ജോബ് പറയുകയാണ്, ദൈവത്തിൻ്റെ നാമം എൻ്റെ ഈ സഹനത്തിൻ്റെ പാരമ്യ അവസ്ഥയിൽ പോലും, ദൈവമേ, ഞാൻ എൻ്റെ സഹനങ്ങളെല്ലാം അങ്ങയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോയി, സാമ്പത്തിക മേഖല തകർന്നു പോയി, മനുഷ്യരുടെ മുമ്പിൽ ഞാനൊരു അപമാനപാത്രമായി, എങ്കിലും അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹമുള്ളവരെ, വലിയ പ്രാർത്ഥനയാണ്. വചനം പറയും, ജോബിനെക്കുറിച്ച് പറയും, ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. ജോബിനൊരു മാറ്റവും വന്നില്ല. ജോബ് എങ്ങനെയായിരുന്നുവോ, ദൈവത്തിൽ എങ്ങനെയാണ് വിശ്വാസം അർപ്പിച്ചിരുന്നത്, അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ, ആ വിശ്വാസത്തിൽ നിന്ന് അടുവിട ചലിക്കാതെ തെറ്റാതെ മുന്നോട്ട് പോകുവാനായിട്ട് ജോബിന് കഴിഞ്ഞു. ജോബ് വിശ്വാസം കൊണ്ട് ദൈവത്തെ ടെൻഷൻ അടിപ്പിക്കുന്ന ജോബ് നമുക്കൊരു മാതൃകയാണ്. ഇവിടെ ടെൻഷൻ അടിക്കുന്ന ദൈവമാണ് ജോബിൻ്റെ വിശ്വാസം കണ്ടിട്ട്. സ്നേഹമുള്ളവരെ, ഇനി വിശുദ്ധഗ്രന്ഥത്തിലേക്ക് നമ്മൾ പോകുമ്പം നമുക്ക് കാണാൻ പറ്റും, ദാനിയേൽ, ദൈവത്തോട് സ്നേഹമുള്ള ദാനിയേൽ. ഒത്തിരിയേറെ സഹനങ്ങൾ ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. രാജാവ് പിടിച്ച് ദാനിയേലിനെ തീയിലെറിയാനായിട്ട് പോകുന്ന സമയത്ത്, സ്നേഹമുള്ളവരെ, ആ സമയത്തൊന്നും തൻ്റെ ജീവൻ രക്ഷിക്കാനോ തൻ്റെ പദവി രക്ഷിക്കാനോ ഒന്നും ദാനിയേൽ തുനിയുന്നില്ല. വളരെ ആ ദൈവത്തിന് വേണ്ടി, ആ ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കൂ, എന്നെ സൃഷ്ടിച്ച അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തിൽ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന് പറയാനുള്ള വലിയൊരു ബോധ്യം, ഒരു നന്മ ഈ ദാനിയേലിനുണ്ട്. ദാനിയേലിന് രാജാവിനോടായി പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ ദാനിയേൽ പറയുകയാണ്, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഈ തീച്ചുളയിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്, അവൻ ഞങ്ങൾ രക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ദാനിയേൽ പറയുകയാണ്, രാജാവേ, ഒരു കാര്യം അങ്ങ് അറിഞ്ഞുകൊള്ളുക, ഞങ്ങളുടെ ദൈവം വന്ന് ഈ തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കും, ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. വിശ്വാസം കൊണ്ട്, സ്നേഹം കൊണ്ട് ദൈവത്തെ ടെൻഷൻ അടിപ്പിക്കുന്ന ദാനിയേൽ
നമുക്കൊരു മാതൃകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 18 മുതൽ 26 വരെയുള്ള വാക്യം. ഈശോ നടന്നു പോകുമ്പം ഒത്തിരിയേറെ ആളുകളുള്ള ജനക്കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു രക്തസ്രാവക്കാരി സ്ത്രീ, സമൂഹം മാറ്റി നിർത്തിയൊരു സ്ത്രീ, രോഗം കൊണ്ടും അവഗണന കൊണ്ടും എല്ലാം മാറ്റി നിർത്തപ്പെട്ടൊരു സ്ത്രീ, അവൾ വന്ന് വിശ്വാസത്തോടെ ഒരു ടെൻഷനും അടിക്കാതെ എന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ള ഈശോയെ തിരിച്ചറിഞ്ഞ് ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുന്ന സ്ത്രീ സൗഖ്യം നേടിപ്പോകുന്ന കാഴ്ച സ്നേഹമുള്ളവരെ ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ആ ചിത്രം അവൾ ഉത്കണ്ഠപ്പെടുന്നില്ല. ഒത്തിരിയേറെ വേദനകൾ അവൾക്കുണ്ട്. പക്ഷേ ആ വേദനകളൊന്നും ആരോടും പങ്കുവയ്ക്കാനോ കൂട്ടുകാരിയോടോ ഉറ്റവരോടോ ഒന്നും പങ്കുവയ്ക്കാൻ അവൾ തയ്യാറാകുന്നില്ല. ആ വേദനയിൽ തന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ള ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയ്ക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും, ഈശോയിലെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടുവാൻ മാത്രം വില കൊടുക്കുന്ന, അധ്വാനിക്കുന്ന, തൻ്റെ ഇടം കാണിക്കുന്ന വിശ്വാസമുള്ള ആ സ്ത്രീ നമുക്കൊരു മാതൃകയാണ്. നമ്മൾ ഈ നേഴ്സിംഗ് മേഖലയിലൊക്കെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ജോലിയുടെ സ്ഥിരതയില്ലായ്മയും, ചിലപ്പോൾ നമ്മുടെ മേലധികാരികളിൽ നിന്നൊക്കെ വരുന്ന ചില അവഗണനകളും, നമ്മൾ കുടുംബത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് മക്കളെക്കുറിച്ചാകാം, ജീവിത പങ്കാളിയെക്കുറിച്ചാകാം, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുന്ന കടങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാകാം. ഇതൊക്കെ കടന്നു വരുമ്പം ഞാനൊരു പരാജയമാണല്ലോ തമ്പുരാൻ എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അവിടെയെല്ലാം ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നിൽക്കുവാൻ, ആ അടിയുറച്ച വിശ്വാസം നിന്നുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം എന്നെ സംരക്ഷിക്കും, ദൈവം എന്നെ കൈവിടില്ല, ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം കഴിയണം. നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു കാഴ്ച, 9 സ്ഥലത്ത് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതെങ്ങനെയാണ്? ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞാൻ നാണം കെടാൻ ലജ്ജിതനാകാൻ അങ്ങ് അനുവദിക്കരുതേ. അതൊരു സ്ഥലത്തല്ല, 9 സ്ഥലത്ത് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞാൻ നാണം കെടാൻ അങ്ങ് അനുവദിക്കരുതേ. ഇതൊരു ഭിക്ഷക്കാരൻ്റെ പ്രാർത്ഥനയല്ല, മഹാരാജാവിൻ്റെ പ്രാർത്ഥനയാണ്. ദാവീദിനറിയാം, ദൈവത്തിൽ ആശ്രയിച്ചില്ലെങ്കിൽ നാണം കെടാവുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്. സ്നേഹമുള്ളവർ, നമ്മുടെയൊക്കെ കുടുംബത്തിലും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ? പത്രോസ് ശ്ലീഹ പറയുന്നത് പോലെ അലറുന്ന സിംഹത്തെപ്പോലെ പിശാച് നമുക്ക് ചുറ്റും നിൽക്കുമ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, വിവേകം കാട്ടിയില്ലെങ്കിൽ നമ്മളെല്ലാം തകർന്നു പോകുന്ന, നാണം കെടാവുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുമില്ലേ? ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ദൈവമേ, ഞാൻ നാണം കെടാൻ അങ്ങ് അനുവദിക്കരുതേ. സ്നേഹമുള്ളവരെ, മർക്കോസിന് സുവിശേഷത്തിൽ 4-ാം അധ്യായം 35 വരെയുള്ള വാക്യങ്ങളിൽ ഈ വഞ്ചിയിൽ സഞ്ചരിക്കുന്ന ശിഷ്യന്മാരും ഈശോയെയും കാണുമ്പോൾ ആ വഞ്ചിയിലേക്ക്, ആ കടലിലേക്ക് വലിയ കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് ശിഷ്യന്മാരെല്ലാം പരിഭ്രമിക്കുകയാണ്. ഈശോ കൂടെയുണ്ട്. ഈശോ കൂടെ ഉണ്ടായിട്ട് പോലും അവരുടെ ചിന്തയ്ക്ക് അതീതമായി ഒരു കൊടുങ്കാറ്റ് വന്നപ്പം പേടിക്കുന്ന ശിഷ്യന്മാരെ കാണാം. ശിഷ്യന്മാർ ഈശോയെ പേടിച്ച് വിളിച്ചുണർത്തുമ്പം ശിഷ്യന്മാരുടെ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പേടിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ കൂടെ ഇല്ലേ? ഞാനല്ല ഇതെല്ലാം സൃഷ്ടിച്ചത്. എന്നോട് ചേർന്ന് നിൽക്കാനും കഴിയുന്നില്ലേ? ഈശോയുടെ വേദനയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ വേദനകളിലെല്ലാം നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട് കഴിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഓരോ തിരിച്ചടികൾ വരുമ്പോഴും നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാൻ, ആ കുരിശിൻ്റെ ചുവട്ടിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് തമ്പുരാൻ എന്നെ കൈവിടരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ആശ്രയം കെടാതെ സൂക്ഷിക്കാൻ നമുക്കും കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദാവീദിനെ പോലെ നമുക്കും പറയാൻ പറ്റുള്ളൂ, പറയാൻ കഴിയുകയുള്ളൂ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തകർച്ചകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട്, രോഗങ്ങളുണ്ട്, മനുഷ്യദൃഷ്ടിയിൽ ഒത്തിരിയേറെ അപമാനങ്ങളൊക്കെയുണ്ട്. പക്ഷേ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഉയർത്താനും താഴ്ത്താനും കഴിവുള്ള എൻ്റെ ദൈവം എന്നെ ഉയർത്തും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ,
ഇന്ന് ഈശോയുടെ മുമ്പിൽ വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒരു തീരുമാനമെടുക്കാം. ഈശോയുടെ വചനം ആയുസ്സിൻ്റെ ദൈർഘ്യം കൂട്ടാൻ ഉത്കണ്ഠ കൊണ്ട് നമുക്ക് കഴിയുമോ? കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈശോയെ പിശാചിൻ്റെ ജീവിതത്തിലേക്ക് നിരാശ ഉത്കണ്ഠയൊക്കെ തരുമ്പം കർത്താവേ, ആ ഉത്കണ്ഠയും നിരാശയൊക്കെ മാറ്റിവെച്ച് പ്രത്യാശയോടുകൂടി ജീവിക്കാൻ, നിന്നിൽ ആശ്രയി ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ, ശക്തി തരണമേ, തീക്ഷ്ണ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൈകൂപ്പി കണ്ണടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും ടെൻഷനും അസ്വസ്ഥതകളും കുടുംബ സാഹചര്യങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും എല്ലാം ഞങ്ങളുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഓരോ സഹനങ്ങൾ കടന്നു വരുമ്പോഴും അങ്ങയിൽ ആശ്രയിക്കുവാനുള്ള കൃപ തരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ബഹുമാനപ്പെട്ട വർഗീസ് ഇത്തിത്തറ അച്ഛനിലൂടെ നമ്മോട് സംസാരിച്ച ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. വെളിപാട് 3-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. കർത്താവ് ഏറെ സ്നേഹത്തോടെ നമ്മെ നോക്കിക്കൊണ്ട് ഈ തിരുവചനം നമ്മോട് പറയുവാനും ജീവൻ്റെ കിരീടം സ്വന്തമാക്കുവാനും അനുദിന ജീവിത ക്ലേശങ്ങളിലൂടെ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധിയായി മാറട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.